സഭാപ്രസംഗി 12-ാം അധ്യായം 13-ാം വാക്യം. എല്ലാറ്റിന്റെ സാരം കേൾക്കുക, ദൈവത്തെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളെ പ്രമാണിച്ചുകൊള്ളുക, അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടുന്നത്. അവിടുത്തെ കൽപ്പനകളെ പ്രമാണിക്കുന്നതല്ലോ ദൈവത്തോടുള്ള സ്നേഹം. അവന്റെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല, നല്ലതെന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരനായിരിക്കാനും നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനും അല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്? പറഞ്ഞു കേൾക്കുന്ന സകല വാക്കിന് നീ ശ്രദ്ധ കൊടുക്കരുത്. സദൃശ്യവാക്യം 14-ാം അധ്യായം 15-ാം വാക്യത്തിൽ അല്പബുദ്ധി ഏതു വാക്കും വിശ്വസിക്കുന്നു, സൂക്ഷ്മബുദ്ധിയോ തന്റെ നടപ്പ് സൂക്ഷിച്ചുകൊള്ളുന്നു. യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭവും ഭോഷന്മാരോ ജ്ഞാനവും പ്രബോധനവും നിരസിക്കുന്നു. എന്നാൽ ഏതു മനുഷ്യനും കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും കോപത്തിന് താമസമുള്ളവരായിരിക്കട്ടെ. ഈ ലോകത്തിലെ സമ്പത്തോ സുഖസൗകര്യങ്ങളോ എല്ലാം വ്യർത്ഥമാകുമ്പോൾ ദൈവത്തോടുള്ള ഭക്തി, ദൈവത്തെ ബഹുമാനിക്കുക, അവിടുത്തെ കൽപ്പനയിൽ അനുസരിച്ച് ദൈവിഷ്ടം അറിഞ്ഞ് ജീവിക്കുക. അതിനായി നമുക്ക് കർത്താവിൽ സമർപ്പിക്കാം. ദൈവത്തിലുള്ള വിശ്വാസവും ജീവിതവും ഭാരമുള്ളതല്ല, മറിച്ച് സമാധാനവും ആശ്വാസവും നൽകുന്നതാണ്. എന്റെ നുകം മൃദുവും എന്റെ ചുമട് ലഘുവുമാകുന്നു. ആയതിനാൽ കർത്താവിൽ വിശ്വസിക്കാം, അവനായി ജീവിക്കാം. എല്ലാവരോടും കൂടെ ദൈവത്തിന്റെ ആശ്വാസവും സമാധാനവും നിറയട്ടെ. ആമേൻ.